Welcome back to the another episode of Ignou Plus. In our today's video, we will be revising the course MSW 4, Social Work and Social Development. In our today's video, we will be referring to almost 12 previous question papers and the solutions related with that. Remember, we are doing a revision over here of the previous year's question paper and picking up important topics from here. And based upon that, we are preparing for our upcoming exam. So make sure that you are making down the important points in your book or the textbook or your guides, and you are preparing based upon that. Let's go to our video now. So we have 5 units in the first block. First block is all about social dynamics and changes. In this, the first unit is about migration. Second unit is about rural and urban continuum and urbanization. Third unit is explaining about industrialization, and the fourth unit is saying all about globalization. And our final unit of the first block is changing occupational structure and impact of liberalization. Now let us see the most important questions which came in the previous years continuously from each unit. Our first unit is about migration. In this, as the screen shows, so many important topics are given over here. So from this, we have several questions which came several times in the previous years. The ആദ്യത്തെ question, that is migration streams എന്ന് പറയുന്നൊരു ടോപ്പിക് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് വട്ടം കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണത്. കാരണം അതിൻ്റെ താഴെ തന്നെ നമുക്ക് ഒരുപാട് ടോപ്പിക്കുകൾ കാണാൻ പറ്റും. റൂറൽ ടു urban, urban to rural, rural to urban, urban to rural. So many topics one after another it is provided over here. അതുകൊണ്ട് തന്നെ ഈ മൈഗ്രേഷൻ സ്ട്രീംസ് എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 6 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അകത്തെ ഫസ്റ്റ് ടോപ്പിക്ക് റൂറൽ ടു urban ആൻഡ് urban ടു റൂറൽ, ഇത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടും പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ഒരു എസ്സേ നന്നായിട്ട് തന്നെ പഠിക്കുക, കാരണം അത് ഏത് രീതിയിലും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ ഡിറ്റർമിനൻസ് ഓഫ് മൈഗ്രേഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 3 വർഷം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഇനിയും വരുവാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനും കൂടിയാണ് എൻ്റെ ടോപ്പിക്കിൽ തന്നെ ഉള്ളതുകൊണ്ട്. സോ അത് നിങ്ങൾ പഠിക്കുമ്പോൾ സാധ്യത മുൻനിർത്തി പഠിക്കുവാനായി ശ്രദ്ധിക്കുക. കോൺസിക്വൻസ് ഓഫ് മൈഗ്രേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് അടുത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെ സബ് ടോപ്പിക്കുകൾ കുറേ വന്നിട്ടുണ്ട്. അപ്പം ഇതും ഒരു എസ്സേ ക്വസ്റ്റ്യനാണ്, ചോദിക്കാൻ സാധ്യത 90% ഉള്ളൊരു ക്വസ്റ്റ്യനും കൂടിയാണ്. അതുകൊണ്ട് ഈ ചാപ്റ്ററിലെ ഈ ടോപ്പിക്കും വിടാതെ പഠിക്കുവാനായി ശ്രദ്ധിക്കുക. അതൊരു 4 വർഷം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതിനുശേഷം വരുന്നതാണ് തിയറീസ് ഓഫ് മൈഗ്രേഷൻ, അഗെയിൻ അനദർ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്. അതിൻ്റെ ഒരു കുറേ പാർട്ടുകൾ കൊടുത്തിട്ടുണ്ട് വൺ ആഫ്റ്റർ അനദർ ആയിട്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കി പോകാനായി ശ്രദ്ധിക്കുക. ഇതൊരു 3-4 വർഷം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അതിനുശേഷം ലീസ് മോഡൽ ഓഫ് മൈഗ്രേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കുണ്ട്. ഇത് നമുക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടും 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടും ഒക്കെ പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും നോക്കിയിട്ട് പോവുക. അതൊരു 4 വർഷം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സോ ഈ ടോപ്പിക്കുകളെല്ലാം തന്നെ നോക്കുക. ഒപ്പം ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞൊരു ചോദ്യം ഒരു 3 വർഷം ചോദിച്ചിട്ടുണ്ട്. അതും ഒന്ന് പഠിച്ചു വെക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് മെയിനായിട്ട് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യം. അതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സമയമുണ്ടെന്ന് നോക്കിയിട്ട് പോവുക. കാരണം ഇതിനകത്ത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും പല മാർക്കുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. Now let's move to our second unit, that is rural and urban continuum and urbanization എന്നുള്ളതാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് urbanization as a process എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യനാണ്. അതൊരു 6 വർഷം ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന് പ്രാധാന്യം കൊടുക്കുക നിങ്ങൾ പഠിക്കുമ്പോൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൂറൽ urban ഡൈക്കോട്ടമി എന്ന് പറയുന്ന ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്. അതൊരു 3 വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും നിങ്ങളൊന്ന് നോക്കുക, കാരണം വരുവാൻ സാധ്യതയുണ്ട്. പിന്നെയുള്ള 2 ക്വസ്റ്റ്യനാണ് റൂറൽ urban continuum എന്നുള്ളതും റൂറൽ urban fringe എന്നുള്ളതും. ഈ 2 ടോപ്പിക്കും 4-5 വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഇതൊരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, അങ്ങനെ വരുവാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. അങ്ങനെയാണ് പ്രീവിയസ് ഇയേഴ്സ് കണ്ടിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ഈ 2 ടോപ്പിക്കിലൂടെ നിങ്ങളൊന്ന് നോക്കി വെക്കുക, കാരണം തീർച്ചയായിട്ടും ഇത് വരുവാൻ സാധ്യതയുള്ളതാണ്. അതോടൊപ്പം തന്നെ ഒരു പ്രാധാന്യം കൊടുത്ത് പഠിക്കുവാനായി ശ്രദ്ധിക്കുക. ഡിസ്കസ് ദ കോസസ് ഓഫ് urbanization ഇൻ ഇന്ത്യ എന്ന് പറയുന്നൊരു ടോപ്പിക്കുണ്ട്. ഒരു ക്വസ്റ്റ്യനാണിത്. ഓക്കെ, ബട്ട് അത് ഡിസ്കസ് ദ കോസസ് ഓഫ് ദ urbanization ഇൻ ഇന്ത്യ എന്നുള്ളത് ഇതിനകത്ത് കുറച്ചൊരു 10 പോയിൻറ്റോളം കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കുക. ഒരു 3 വർഷങ്ങളിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ അതിനും കൂടെ ഒരു പ്രാധാന്യം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ ചാപ്റ്ററിൽ നിന്ന്.
അടുത്തായിട്ട് നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റാണ്, ദാറ്റ് ഈസ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്നുള്ള ടോപ്പിക്കാണ്. അതിൽ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നൊരു ടോപ്പിക്കുണ്ട്, അതൊരു 3 വർഷം ചോദിച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നൊരു ടോപ്പിക്കുണ്ട്. ദിസ് ക്വസ്റ്റ്യൻ കെയിം ഓൾമോസ്റ്റ് 4 years in previously. ഒരുപാട് സബ് ടോപ്പിക്കുകളും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു എസ്എ ക്വസ്റ്റ്യനായിട്ട് വരുവാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് ആ പ്രാധാന്യം നിങ്ങൾ കൊടുക്കുവാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ 2 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് രണ്ടും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കാണാൻ സാധിക്കില്ല. ഒരു കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ആ ചാപ്റ്റർ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിക്കേണ്ടതാണ്. കമൻറ്റ് ഓൺ ദ പ്രോസസ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ഇന്ത്യ. ഈ ഒരു ക്വസ്റ്റ്യൻ ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുള്ള 3 വർഷം ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഒപ്പം ബ്രീഫ്ലി ഡിസ്കസ് ദ കോൺസിക്വൻസ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ഇന്ത്യ. ഇതും ഒരു 3 വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പിന്നെയും വരുവാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ ചാപ്റ്റർ മൊത്തം ഒന്ന് നോക്കിയിട്ടില്ലെങ്കിൽ ഇൻട്രൊഡക്ടറി പാർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ മനസ്സിലാകും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ എഴുതണം എന്ന് മെൻ്റലി പ്രിപ്പയർഡ് ആയിട്ട് പോവുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളതിൻ്റെ കണ്ടൻറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക. Now let us move to our 4th unit, that is globalization. Here so many important topics are provided already. Among these, dimensions of globalization. The topic is very important one. It can be an essay question out of 20 marks. So make sure that you are noting down and studying. It came almost 4 to 5 years time. Liberalization, another essay question it can be, or 10 mark question. This question came almost 3 years previously. അതുകൊണ്ട് ആ ഒരു ടോപ്പിക്കും കൂടെ നോട്ട് ചെയ്യുക. Impact of globalization. This question occurred almost 3 years previously. Again, globalization and inequality. So this question also came almost 3 years previously. അപ്പോൾ അത് നോട്ട് ഡൗൺ ചെയ്ത് പഠിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. India in the context of globalization. This topic came almost 4 to 5 years previously. അപ്പോൾ ആ ക്വസ്റ്റിന് വളരെ പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇതൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഈവൻ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് വരാനും സാധ്യതയുണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ്ലി കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. ബാക്കി ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി വെക്കുക. എവിടെ നിന്ന് ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പാകത്തിനായിരിക്കണം നമ്മൾ പോകുന്നത്. പക്ഷേ ഇപ്പോൾ പറഞ്ഞ ടോപ്പിക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. Next we have our 5th chapter and last chapter of the block, that is changing occupational structure and impact of liberalization. In this chapter, how occupational structure changes. There is a topic. It continuously asked for 4 years in previously. So once you are learning this chapter, give a prior importance to that topic. Plus the growth of new sectors. ഈ ക്വസ്റ്റ്യൻ 4 വർഷം ചോദിച്ചിട്ടുണ്ട്. Almost 4 years it came. So make sure that you are giving prior importance to that question too. പിന്നെയുള്ളത് 2 ക്വസ്റ്റ്യൻസ് ആണ്. ദാറ്റ് ഈസ് ബ്രീഫ്ലി മെൻഷൻ ദ പ്രിവെയിലിംഗ് ഒക്യുപ്പേഷണൽ സ്ട്രക്ചേഴ്സ് ഇൻ ഇന്ത്യ. മേജർ ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ, ഇന്ത്യയിലെ മേജർ ഒക്യുപ്പേഷണൽ സ്ട്രക്ചേഴ്സാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് 1, 2, 3 ഇങ്ങനെ കുറേ ഡിവിഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ അതൊന്ന് നോക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഇൻസൈഡ് ദ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ ഡയറക്റ്റായിട്ട്. അതിന് 3 വർഷങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒപ്പം അതൊരു എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. വർക്ക് പാർട്ടിസിപ്പേഷൻ റേറ്റ്സ് എന്ന് പറയുന്നൊരു ടോപ്പിക്കുണ്ട്. അതാണ് ഒരു 5 മാർക്കിൻ്റെ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. സോ ഈ ടോപ്പിക്കുകളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് ഇനിയും ചോദിക്കുവാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ബ്ലോക്കിലേക്ക് പോകാം. രണ്ടാമത്തെ ബ്ലോക്ക് കൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ്. അതിൽ നമുക്ക് 5 യൂണിറ്റ് ആണുള്ളത്. ഫസ്റ്റ് യൂണിറ്റ് സോഷ്യൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, സെക്കൻഡ് വൺ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, തേർഡ് വൺ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രോഗ്രസ്, എക്കോണമിക് ആൻഡ് സോഷ്യൽ ഡയമെൻഷൻസ്, ഫോർത്ത് വൺ ജെൻഡർ പെർസ്പെക്റ്റീവ്സ് ഓൺ ഡെവലപ്മെൻറ്റ്, ആൻഡ് ഫിഫ്ത്ത് യൂണിറ്റ് ഈസ് പോപ്പുലേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇതിനകത്ത് ഓരോ യൂണിറ്റിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മളിപ്പോൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. So in this unit most important topic is what do you mean by social and human development. ആ ടോപ്പിക്കാണ് പഠിക്കേണ്ടത്. അതിന് നിങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ട് പഠിച്ചിരിക്കണം. അതൊന്ന് നോക്കുക. ഒരു 4 വർഷങ്ങളിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഡെവലപ്മെൻറ്റൽ ഇൻഡിക്കേറ്റേഴ്സ്. ദർ ഇസ് അനദർ ക്വസ്റ്റ്യൻ ദാറ്റ് കെയിം ഓൾമോസ്റ്റ് 4 to 5 years in previously. So give importance to that also. പിന്നെയുള്ളൊരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ജെൻഡർ എംപവർമെൻറ്റ് മെഷേഴ്സ്, GEM എന്നുള്ളത്. ഇതൊരു 3-4 വർഷം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. സോ അതിൻ്റെ രീതിയിൽ അത് പഠിച്ചിട്ട് പോകാനായി ശ്രദ്ധിക്കുക. ജെൻഡർ റിലേറ്റഡ് ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് GDI, ജെൻഡർ എംപവർമെൻറ്റ് മെഷേഴ്സ് GEM. ഓക്കെ, ഇത് പിന്നെ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ തീർച്ചയായിട്ടും ഇനിയും വരുവാൻ സാധ്യത ഒരുപാടുള്ളൊരു ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം അതിന് കൊടുക്കുക. ബാക്കിയെല്ലാം ഒന്ന് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും ടോപ്പിക്കാണ് മെയിനായിട്ട് പ്രീവിയസ്ലി വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. The second unit is sustainable development എന്നുള്ളതാണ്. So in this unit we have major topic is concept and meaning. Okay, it can be a 4 mark to 5 mark question. So this question occurred almost 6 years previously. So make sure that you are giving prior importance to this topic.
ഡൈമെൻഷൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള ടോപ്പിക്ക് കുറേ ഡൈമെൻഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ ദിസ് ടോപ്പിക് ഒക്കെ ഓൾമോസ്റ്റ് 3 to 4 years time. So make sure that once you are learning, you are giving importance to this topic also. ഗ്ലോബലൈസേഷൻ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നൊരു ടോപ്പിക്കുണ്ട്. അതൊരു 3 വർഷം ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ്ലി. സോ അതിന് പ്രാധാന്യം കൊടുക്കുക. ബ്രീഫ്ലി മെൻഷൻ ദ സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ബുണ്ടറ്റ്ലാൻഡ് കമ്മീഷൻ റിപ്പോർട്ട്. അപ്പം അതിനകത്ത് ബുണ്ടറ്റ്ലാൻഡ് കമ്മീഷൻ റിപ്പോർട്ട് എന്താണെന്നുള്ളതാണ് മെയിനായിട്ട് ചോദിച്ചിരിക്കുന്നത്. മെയിൻ ഫീച്ചേഴ്സാണ് ചോദിച്ചിരിക്കുന്നത്. അതൊരു 4 വർഷം പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട്. അത് ടോപ്പിക്കായിട്ട് കൊടുത്തിട്ടുള്ള ചാപ്റ്ററിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അത് ഒന്ന് നോക്കിയിട്ട് പോവുക, കാരണം ഇനിയും വരുവാൻ സാധ്യതയുള്ളതാണ്. In this our third unit is development and progress, economic and social dimensions എന്നുള്ളതാണ്. ഇൻ ദിസ് പ്രോഗ്രസ് എന്ന് പറയുന്ന ടോപ്പിക്ക് അതൊരു 4 വർഷത്തോളം ചോദിച്ചിട്ടുണ്ട്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നത്. ഒപ്പം ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നൊരു ടോപ്പിക്കുണ്ട്. അതൊരു 4-5 വർഷം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇതും 4 മാർക്കിൻ്റെ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ പിന്നെ ചേഞ്ച് എന്നുള്ളത് അത് 1 വർഷമേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ അതെല്ലാം 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ ഷോർട്ടാണ്. അപ്പോൾ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു പ്രാധാന്യം കൊടുക്കുക. ഡെവലപ്മെൻറ്റ് ആസ് ഗ്രോത്ത്, ചേഞ്ച് ആൻഡ് മോഡേണൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് കൊടുത്തിട്ട് ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇൻ ദാറ്റ് ടോപ്പിക് മോഡേണൈസേഷൻ, that alone came several times, almost 5 years the question alone came modernization. It can be a 5 mark question or even can be a 10 mark question. So give importance to that one. Theories of under ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നൊരു ടോപ്പിക്കുണ്ട്. അതൊരു 5-6 വർഷം കൂടി ചോദിച്ചിട്ടുള്ളതാണ്. അതിന് പ്രാധാന്യം കൊടുക്കുക. ഫ്രാങ്ക്സ് തിയറി ഓഫ് ഡിപ്പെൻഡൻസി എന്ന് പറയുന്നൊരു ടോപ്പിക്ക്, ആ ടോപ്പിക്ക് ഒരു 4-5 വർഷം ചോദിച്ചിട്ടുണ്ട്. ദിസ് ക്യാൻ ബി എ 5 to 10 mark question. Okay, not an essay question but 5 to 10 mark question. So give a prior importance to that topic also. ആൻഡ് മോഡൽസ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് അതൊരു 3 വർഷം ചോദിച്ചിട്ടുണ്ട്. സോ ഗീവ് ഇമ്പോർട്ടൻസ് ടു ദാറ്റ്. പ്ലസ് the question state modernization theory on what ground it is criticized. ഈ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ 3 വർഷം ചോദിച്ചിട്ടുണ്ട്. ഒപ്പം ലിസ്റ്റ് ഔട്ട് ദ മോഡൽസ് ഓഫ് ഡെവലപ്മെൻറ്റ്. എന്തൊക്കെയാണ് മോഡൽസ് ഓഫ് ഡെവലപ്മെൻറ്റ്? അത് മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത് ക്യാപിറ്റലിസ്റ്റ് മോഡൽ, സോഷ്യലിസ്റ്റ് മോഡൽ, മിക്സ്ഡ് മോഡൽ. ഈ 3 എണ്ണമാണ് മോഡൽസ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിനെയും ചോദിക്കാൻ സാധ്യതയുണ്ട്, കാരണം 10 മാർക്കിൻ്റെ ക്വസ്റ്റിന് കൂടുതൽ സാധ്യതയുള്ളൊരു ക്വസ്റ്റിനും കൂടിയാണ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസാണ് മെയിനായിട്ട് ഈ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ എല്ലാത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. Our fourth unit is about a gender perspective on development എന്നുള്ളതാണ്. സോ ഇതിൻ്റെ അകത്ത് പേട്രിയാർക്കി എന്ന് പറയുന്ന ടോപ്പിക് കൊടുത്ത് കൺസെപ്റ്റ്സ് ആൻഡ് മീനിങ്ങിൻ്റെ അകത്ത് പേട്രിയാർക്കി എന്ന് പറയുന്ന ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. ദിസ് ടോപ്പിക് ഒക്കെ ഓൾമോസ്റ്റ് 3 years പ്രീവിയസ്ലി. പെർസ്പെക്റ്റീവ് ഓൺ വിമൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നൊരു ടോപ്പിക്കുണ്ട്. അതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതൊരു 4 വർഷങ്ങളിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം കൊടുക്കുക. ഇമ്പാക്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓൺ വിമൻ എന്ന് പറയുന്ന ടോപ്പിക്ക് അതൊരു 4 വർഷം പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട്. പിന്നെയും അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണത്. ഇമ്പാക്റ്റ് ഓഫ് ന്യൂ എക്കോണമിക് പോളിസി ഓൺ വിമൻ, ഇതൊരു 3 വർഷം ചോദിച്ചിട്ടൊരു ചോദ്യമാണ്. ഒരു 4 അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പോളിസീസ് ആൻഡ് പ്ലാനിങ് ഫോർ വിമൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് 5 year പ്ലാൻ, സെക്കൻഡ് 5 year പ്ലാൻ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു 3-4 വർഷം പ്രീവിയസിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. പിന്നെ 5 year പ്ലാനിൽ തന്നെ പ്രധാനപ്പെട്ട ഒന്ന് കൊടുത്തിരിക്കുന്നത് 9th 5 year പ്ലാൻ ആൻഡ് 10th 5 year പ്ലാൻ. തീർച്ചയായിട്ടും പഠിച്ചിട്ട് പോവുക. ഇതൊരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഇതൊരു 3-4 വർഷം ചോദിച്ചിട്ടുണ്ട് ഓൾറെഡി. ഇനിയും വരുവാൻ ഒരുപാട് സാധ്യതയുള്ളതാണ്. സോ 9th and 10th 5 year പ്ലാൻ യു ഹാവ് ടു ലേൺ വെരി വെൽ. So these are the major topic which occurred continuously in the previous times. So make sure that you are learning it and going. Now let's move to our 5th unit, that is population and development. Here the population problem എന്ന് പറയുന്നൊരു ടോപ്പിക്കുണ്ട്. ഫസ്റ്റ് ടോപ്പിക്ക് തന്നെയാണ് മെയിൻ ടോപ്പിക്ക്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. ഒരു 5-10 മാർക്കിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ടോപ്പിക്കാണ്. സോ ദിസ് ക്വസ്റ്റ്യൻ ഒക്കെ ഓൾമോസ്റ്റ് 6 years previously. So make sure that you are giving utmost important for this topic from this chapter. Plus politics of population, another topic. This topic occurred almost 3 times in previously. This can be a 5 mark question or even 10 mark question. അതല്ലെങ്കിൽ നിങ്ങൾക്ക് 4 mark question ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യാം. പറയാൻ കാരണം എസ്സേ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അല്ലാത്തതാണ് പലപ്പോഴായിട്ട് ചോദിച്ചിട്ട് ചിലപ്പോൾ നമുക്കൊരു 4 മാർക്കിൻ്റെ ടോപ്പിക്ക് നമുക്ക് തോന്നുന്നു അതിൽ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. എസ്സേ ക്വസ്റ്റിൻ്റെ ഉള്ളിലെ കണ്ടൻറ്റ് 4 mark ആയിട്ട് വരാം. അപ്പം ഇഗ്നോ എപ്പോഴും മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കുകളാണ്. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസിൽ ഒരിക്കലും ഇത് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ വരുമെന്ന് പറയാത്തത്. കാരണം അതിൻ്റെ കണ്ടൻറ്റുകൾ എന്തും സബ് ടോപ്പിക്കുകൾ എന്തും അത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുവാനായിട്ട് സാധ്യതയുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഇതിൻ്റെ അകത്ത്
ഡീമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി എന്ന് പറയുന്നതാണ് കൊടുത്തിട്ടുണ്ട്. അത് പലപ്പോഴായിട്ട് വന്നിട്ടുള്ള ഒന്നാണ്. അതിൻ്റെ ഒരു 5 സ്റ്റേജസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹൈ സ്റ്റേഷനറി, എയർലി എക്സ്പാൻഡിങ്, ലേറ്റ് എക്സ്പാൻഡിങ്, ലോ സ്റ്റേഷനറി സ്റ്റേജ്, ഡിക്ലൈനിങ് പോപ്പുലേഷൻ. മെയിനായിട്ട് ബർത്ത് ആൻഡ് ഡെത്തിനെ സംബന്ധിച്ചാണ്, ഹൈ ബർത്ത് റേറ്റ്, ലോ ബർത്ത് റേറ്റ്, അതിനെ സംബന്ധിച്ചിട്ടുള്ള എക്സ്പ്ലനേഷനാണ് ഈ ഡീമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 5 സ്റ്റേജും നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് പോകാൻ ശ്രദ്ധിക്കുക. വരുവാനായിട്ട് 80-85% സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. സോ അതിൻ്റെ പ്രാധാന്യം കൊടുക്കുവാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. Now let's move to our third block, that is development, human right and perspective. Here we have only total 4 units over here. First one is social ideals of Indian Constitution. Second one is social work and human right. Third one welfare, economic and development. And the last unit is Indian judiciary system. So let's move to the unit one after another and look after the important topics over there. In this, the first unit is social ideas of Indian Constitution. Only 4 major topics are provided in this chapter. Among that, right to constitutional remedies, Article 32. നിങ്ങൾ ഈ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ആർട്ടിക്കിളും കൂടെ മെൻഷൻ ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ ആർട്ടിക്കിളും കൂടെ മെൻഷൻ ചെയ്യേണ്ടത് അനിവാര്യമാണ്. ആ ഒരു ക്വസ്റ്റ്യൻ ഒരു 3-4 വട്ടം പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ബാലൻസ് ഓൾ ദ ക്വസ്റ്റ്യൻസ് ഓക്കേഡ് 1 or 2 years time only. So just read it and understand what is meant by right to constitutional remedies. Balance all came only one time, so just to go through the chapter. Our second unit is about the social work and human right. Here we have a topic that is social work and human right basic linkage. This question occurred almost 3 to 4 years time previously. It can be an essay question, so make sure that you are preparing based upon that. There is another question that is, what is the contribution of social work to the social justice? It is a question, but that means it came inside the chapter. So different stages are provided over here. So make sure that you are understanding the topic also when you are studying, so that things will be easy. These two are the major topic which occurred several time in previous years. ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം പിന്നെയും വന്നിട്ടുണ്ട്. 1-2 വർഷമാണ് മാക്സിമം വന്നിട്ടുള്ളത്. കൂടുതൽ ചാൻസ് ഉള്ളതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊന്ന് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. Let's move to our third unit, that is welfare, economic and development. In here we have only 3 major topics. Among that, first one is welfare economic. Very important topic ആണ്. ഒരു 5-6 വർഷം പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇതൊരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന കൂടുതൽ സാധ്യതയുള്ളൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ആ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. പാരറ്റോ ഒപ്റ്റിമാലിറ്റി എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് രണ്ടാമത് കൊടുത്തിരിക്കുന്നത്. അതൊരു 3-4 വർഷം ചോദിച്ചിട്ടുണ്ട്. ഒപ്പം ലാസ്റ്റ് ടോപ്പിക് കേപ്പബിലിറ്റി അപ്രോച്ച് ടു വെൽഫെയർ എക്കോണമിക് എന്ന് പറയുന്ന ടോപ്പിക്ക് ഇതൊരു 3-4 വർഷം ചോദിച്ചിട്ടുണ്ട്. സോ ഈ ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്ന 3 ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ മൊത്തമായിട്ട് ഈ കൊടുത്തിരിക്കുന്ന 3 ടോപ്പിക് അറ്റ്ലീസ്റ്റ് പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. Our fourth unit is about Indian judicial system. So here you can see that so many topics are given one after another, important one. ഇതെല്ലാം തന്നെ ഓരോ വർഷം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഒരു 3 വർഷം ചോദിച്ചിട്ടുള്ളത്. ഒപ്പം ഡ്യൂട്ടീസ് ഓഫ് അഡ്വക്കേറ്റ്സ്, ഈ 2 ടോപ്പിക്കുകൾ പ്രീവിയസ്ലി 2-3 വർഷം ചോദിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ ടോപ്പിക്കും 1-2 വട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. കാരണം ഈ ചാപ്റ്റർ തന്നെ വളരെ ഈസിയാണ്. വാട്ട് ഈസ് ആൻ FIR നമുക്കൊന്ന് വായിച്ച് നോക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ആ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. Now let's move to our fourth block, that is social legislations. Here first unit is legal provision for women, second unit is legal provision for persons with a disability, and third unit is all about legal provision for children, and the fourth one legal aid, social advocacy and the role of social workers. So main ആയിട്ട് ഇതിനകത്ത് ലീഗൽ പ്രൊവിഷനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. വിമൻ, ചിൽഡ്രൻ as well as person with disability. സോ ഇതിനകത്തെ പ്രധാനപ്പെട്ട ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കി പോവാം. Here our first unit is legal provision for women എന്നുള്ളതാണ്. ഇതിനകത്തെ ഫസ്റ്റ് ടോപ്പിക്ക് റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് ഓഫ് വിമൻ ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഒരു 4-5 വർഷം പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട്. പ്രാധാന്യം കൊടുക്കുക. റൈറ്റ്സ് ഓഫ് വിമൻ അണ്ടർ പേഴ്സണൽ ഫാമിലി ലോസ് എന്ന് പറയുന്നൊരു ടോപ്പിക്കുണ്ട്. അതിൽ ഒരു 3-4 വട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അതും. അതുകൊണ്ട് തന്നെ അതിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെയുള്ളത് ദ ലോ ഓഫ് റേപ്പ് എന്നുള്ളതാണ്. ഈ ഒരു ടോപ്പിക്ക് ഒരു 3 വർഷം പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട്. ഒപ്പം അപ്രൈസൽ ഓഫ് ദ ലോ എന്ന് പറയുന്ന ടോപ്പിക്ക് അതും ഒരു 2-3 വർഷം പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ എന്ന് പറയാവുന്നത്. അതായത് പ്രീവിയസ്ലി കണ്ടിന്യൂസ്ലി ചോദിച്ചിട്ടുള്ള ചോദ്യം. ബാക്കി എല്ലാ ടോപ്പിക്കും
ടോപ്പിക്കുകളൊന്ന് പഠിച്ചു വെക്കുക, എല്ലാത്തിനും പ്രാധാന്യം കൊടുക്കുക. കാരണം എവിടുന്ന് വേണം ക്വസ്റ്റ്യൻ വരാം എന്നുള്ളതുകൊണ്ടാണ് ഈ മേജർ ടോപ്പിക്കുകൾ നമ്മളെടുത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്തെ നമ്മളിപ്പോൾ ഒരു ചാപ്റ്ററിലെ സോർട്ട് ഔട്ട് ചെയ്ത ക്വസ്റ്റ്യൻസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതിനെ പിന്നെ സോർട്ട് ഔട്ട് ചെയ്തതാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ആ ചാപ്റ്ററിൽ മൊത്തം നോക്കി പോകാനായിട്ട് ശ്രദ്ധിക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു സ്കോറിങ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. Our second unit here is legal provisions for persons with a disability എന്നുള്ളതാണ്. സോ അതിൻ്റെ അകത്തെ ആദ്യത്തെ ഒരു ടോപ്പിക്ക് ലോസ് ഫോർ ദ പേഴ്സൺസ് വിത്ത് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഡിസബിലിറ്റി എന്നുള്ളത് അതൊരു 3 വർഷം പ്രീവിയസ്ലി വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. സോ അതുകൊണ്ട് തന്നെ ആ ചാപ്റ്ററിലെ ഈ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. സോഷ്യൽ ഡിസബിലിറ്റി കൗണ്ട് എന്നുള്ളത് ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് വരുവാൻ ഒരുപാട് സാധ്യതയുള്ളതാണ്. ഒരു 6 വർഷം പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഡ്രോബാക്സ് എന്ന് പറയുന്നത്, അതിൻ്റെ ഡ്രോബാക്സ് ചോദിച്ചിട്ടുണ്ട്, അതും ഒരു 3 വർഷം വന്നിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഈ 2 ടോപ്പിക്കിനും പ്രാധാന്യം കൊടുക്കുക. ഒപ്പം ലോ ഫോർ ബോണ്ടഡ് ലേബർ എന്നുള്ളത് ഒരു എസ്എ ക്വസ്റ്റ്യൻ ആണ്, അതൊരു 4-5 വർഷം പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ പഠിക്കുമ്പോൾ അതിന് പ്രാധാന്യം കൊടുക്കുക. ലോ ഗവേണിംഗ് വിമൻസ് റൈറ്റ് അറ്റ് വർക്ക് പ്ലേസ് എന്നുള്ള ടോപ്പിക്ക് അതൊരു 3 വർഷം വന്നിട്ടുണ്ട്, അതിനും പ്രാധാന്യം കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും ടോപ്പിക്കുകളാണ് പ്രധാനമായിട്ടും പ്രീവിയസ്ലി വന്നിട്ടുള്ളത്. സോ ആ 3 ടോപ്പിക്കിന് ഇത്രയും ടോപ്പിക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുക. ഒപ്പം ബാക്കി ടോപ്പിക്കുകളൊന്ന് വായിച്ച് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. Now third unit here is legal provision for children. Here very few important topics are provided, but majority of the topics are very important one. Here first topic is rights of the child, constitutional and legislative initiatives to support child right എന്നുള്ളതാണ്. ഒരു 4 വർഷം പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട് ഈ സെയിം ടോപ്പിക്ക്. ഇതൊരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ അത് പഠിക്കുക. റൈറ്റ് ഓഫ് ദ ചൈൽഡ് അണ്ടർ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു 4 വർഷം പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്കും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ജുവനൈൽ ജസ്റ്റിസ് സിസ്റ്റം എന്നുള്ള ടോപ്പിക്ക് ഒരു 4 വർഷം പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട്, അതിന് പ്രാധാന്യം കൊടുക്കുക. ദ ലോസ് ഗവേണിംഗ് അബ്യൂസ് ആൻഡ് ട്രാഫിക്കിംഗ് എമംഗ് ചിൽഡ്രൻ എന്നുള്ള ടോപ്പിക്ക് ഒരു 4 വർഷം പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട്. ചൈൽഡ് ട്രാഫിക്കിംഗ് അതൊരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് സെപ്പറേറ്റ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. ഇത്രയും ടോപ്പിക്കുകൾക്ക് ഈ ചാപ്റ്ററിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. Now let's move to our fourth and last unit of the block, that is legal aid social advocate and the role of social worker എന്നുള്ളതാണ്. ഇതിനകത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ജുഡീഷ്യൽ ആക്ടിവിസം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒന്ന് വായിച്ചിരിക്കുക, ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോഷ്യൽ അഡ്വക്കസി അനദർ വൺ, that also asked for almost 4 years previously as a 4 mark question. ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ഇനിയും വരുവാൻ സാധ്യതയുള്ളതാണ്. ലോക്കൽ സ്റ്റാൻഡി എന്ന് പറയുന്നത് ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ഇനിയും വരുവാൻ ഒരുപാട് സാധ്യതയുള്ളതാണ്. സോഷ്യൽ ആക്ടിവിസം ആൻഡ് ലോ എന്ന് പറയുന്നത് എഗെയിൻ ഒരു 4 മാർക്കിൻ്റെ അല്ലെങ്കിൽ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് വരുവാൻ സാധ്യതയുള്ളതാണ്. സോ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ പഠിക്കുമ്പോൾ ആ പ്രാധാന്യം കൊടുക്കുക. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. എസ്എ ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. വാട്ട് ഇസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ ലീഗൽ എയ്ഡ് എന്നുള്ളത് അതൊരു 3 വർഷം ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ്ലി, അതും വരുവാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. സോ MSW for സോഷ്യൽ വർക്ക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ബ്ലോക്കിൽ പ്രീവിയസ് 12 to 14 ഇയേഴ്സ് ചോദിച്ച മേജർ ടോപ്പിക്കുകൾ അല്ലെങ്കിൽ മേജർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടത്. നമ്മൾ അതിൻ്റെ അകത്ത് എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്തിട്ടുണ്ട്, വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മളിവിടെ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പ്രീവിയസ് വീഡിയോസിലാണെങ്കിലും ഇത് ഏതൊക്കെ മാർക്കിൻ്റെ വരുവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഇപ്പോൾ ഒരു എസ്എ ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സബ് ടോപ്പിക്കുകൾ വന്നിട്ടുണ്ടാവും. ഈ സബ് ടോപ്പിക്കുകൾ ഏത് വേണമെങ്കിലും നമുക്ക് 5 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുവാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ടോപ്പിക്കുകളാണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ 4 മാർക്കിൻ്റെ അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ വരുവാൻ സാധ്യതയുണ്ടെന്ന്. ഇപ്പോൾ ഒരു മെയിൻ ഹെഡിങ്ങിൽ കുറേ സബ് ടോപ്പിക്കുകൾ വരികയാണെങ്കിൽ അതൊരു എസ്എ ക്വസ്റ്റ്യനായിട്ട് വരുവാൻ സാധ്യതയുള്ളതാണെന്ന് മനസ്സിലാക്കുക. ഇത് നമ്മുടെ തന്നെ സെൽഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്ന രീതി പോലെയാണ്. കാരണം നമ്മൾ ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, കാരണം പ്രീവിയസ് ഇയേഴ്സ് വന്നിട്ടുണ്ട്, അത് തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. പക്ഷേ തൊട്ട് മുമ്പത്തെ ഇപ്പോൾ നമ്മളിപ്പോൾ 2023 എക്സാം എഴുതുകയാണെങ്കിൽ 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് വരുവാൻ വലിയധികം സാധ്യതകളില്ല. ചില സബ്ജക്റ്റുകൾക്ക് തീർച്ചയായിട്ടും അവർ അസൈൻമെൻറ്റിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ വർഷത്തെ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ ഒന്ന് നോക്കുക. അതിൻ്റെ അകത്തൊരു 2-3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പലപ്പോഴും പാസ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എങ്കിലും അതിൻ്റെ അകത്ത് നിന്ന് പിക്കപ്പ് ചെയ്യാറുണ്ട്. സോ അതിനും കൂടെ പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ സ്റ്റഡി ഏകദേശം പൂർണ്ണമാകും, നിങ്ങൾക്ക് കോൺഫിഡൻസോടുകൂടി എക്സാമിനെ സമീപിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓവറോൾ പിക്ചറായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. എല്ലാ ചാപ്റ്ററിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അത് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. കാരണം അതിനകത്ത് വരുവാൻ ഒരുപാട് സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒപ്പം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ കവർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാം കൂടുതൽ എളുപ്പമായിരിക്കും.
അപ്പോൾ ഈ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വി വിൽ ബി മീറ്റിംഗ് വിത്ത് അനദർ വീഡിയോ വിത്ത് MSW 2, that is a compulsory course. So we will meet soon with another topic. If you have not yet subscribed our channel, kindly subscribe the channel. ഇഗ്നോയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇഗ്നോ പ്ലസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. എല്ലാ തരത്തിലുള്ള സ്റ്റഡി മെറ്റീരിയൽസും എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് ചെയ്തു കൊടുക്കുന്നു. നിങ്ങൾ നമ്മളിൽ നിന്ന് സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളും മേടിക്കുകയാണെങ്കിൽ ഫ്രീ കൺസൾട്ടൻസി ഉണ്ട്. ഏത് ടോപ്പിക്കിൻ്റെ ആണല്ലോ, ഇപ്പോൾ MSWൻ്റെ ആണല്ലോ, ഫീൽഡ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട, ഇൻറ്റേൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട, ബ്ലോക്ക് പ്ലേസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കൺസൾട്ടൻസും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. വിത്ത് സർട്ടിഫിക്കറ്റ് ആൻഡ് വിത്തൗട്ട് സർട്ടിഫിക്കറ്റ് ഡോക്യുമെൻറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ പ്രൊജക്റ്റ് വർക്കുകളും കൗൺസിലിങ്ങിൻ്റെ വർക്കുകളും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളുമായിട്ട് ബന്ധപ്പെടുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സപ്പിലെ നമ്പർ കൊടുത്തിട്ടുണ്ട്. സോ അതിലേക്ക് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങളുടെ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.